Hi friends, welcome to Aachi'scookworld. ഇന്നൊരു അടിപൊളി ബ്ലാക്ക് ബർഗറാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ബ്ലാക്ക് കളർ ബൺ വെച്ചിട്ടുള്ളൊരു കിടിലൻ ബർഗർ, വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ചിക്കൻ ബർഗർ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിൽ പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ആദ്യം തന്നെ ഒരു ചെറിയ ബൗളിൽ ഞാൻ 1/4 കപ്പ് ചെറിയ ചൂടുവെള്ളവും 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ഇതൊന്ന് ഫെർമെൻ്റ് ആയി കിട്ടും. അതുവരെ 10 മിനിറ്റ് മിക്സ് ചെയ്ത് വെക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അതായത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, മാവിന് ആവശ്യമുള്ളത്ര ഉപ്പും. അതിൻ്റെ കൂടെ തന്നെ പിന്നെ നമുക്ക് ആ ഈസ്റ്റ് മിക്സ്, നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഈസ്റ്റ്, ഫെർമെൻ്റായ ഈസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇത് ഇത്രയും കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ല രീതിയിൽ ആ ഈസ്റ്റും മാവിലോട്ടൊന്ന് പിടിക്കുന്ന പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് യോജിച്ച് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മുട്ട മതി. ഒരു മുട്ട ചേർത്ത് കൊടുത്ത് അതേപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണ, ഇത് ഇത്രയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള പാല് ചേർത്ത് കൊടുത്ത് ഇത് നല്ല രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒരു പരുവം വരെ പാൽ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചെടുത്തിട്ട് വേണം നല്ല രീതിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കാൻ. ഒരു സോഫ്റ്റ് ഡോ കിട്ടുന്ന വരെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതേപോലത്തെ ഒരു സോഫ്റ്റ് ഡോ അത് കിട്ടുന്ന വരെ കുഴച്ച് നല്ല രീതിയിൽ എടുക്കാം. ഇനി ഇതിൽ ഞാൻ ബ്ലാക്ക് കളറിന് വേണ്ടിയിട്ട് ബ്ലാക്ക് ഫുഡ് കളർ ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. ബ്ലാക്ക് ഫുഡ് കളർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് റെഡും ബ്ലൂവും യെല്ലോവും കൂടി ചേർത്ത് കൊടുത്ത് ബ്ലാക്കും ആക്കാം. ഞാനിവിടെ 5 ഡ്രോപ്പ് ബ്ലാക്ക് ഫുഡ് കളർ ജെല്ല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാലേ നമുക്ക് പ്രോപ്പർ ബ്ലാക്ക് കിട്ടൂ. ഇല്ലെങ്കിൽ ഒരു ഗ്രേ കളറിനൊക്കെ ഇരിക്കും. കണ്ട, ഇതേപോലെ നല്ല ബ്ലാക്ക് കളർ കുഴച്ച് നല്ല ബ്ലാക്ക് കളർ ആവുന്നവരെ നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. ഇനി ഇത് ഞാൻ കവർ ചെയ്ത് വെച്ച് കൊടുക്കണം. ഒന്നിലൊരു ചെറിയ നനവുള്ള തുണിയോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ലിംഗ് റാപ്പ് പേപ്പർ വെച്ചിട്ട് 1 മണിക്കൂർ വയ്ക്കാം. 1 മണിക്കൂറായി ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് വീണ്ടും ഒന്നും കൂടി ഒന്ന് ഈ സ്ലിംഗ് പേപ്പർ മാറ്റിയിട്ട് ഒന്നും കൂടി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഒരു 5 മിനിറ്റും കൂടെ കുഴച്ചെടുക്കുമ്പോൾ ഈ മാവ് നല്ല സൂപ്പർ സോഫ്റ്റ് ആവും. അതുവരെ നല്ല രീതിയിലൊന്ന് കൈവച്ചൊന്ന് കുഴച്ച് എടുക്കണം. കണ്ട, എൻ്റെ മാവ് നല്ല സോഫ്റ്റാണ്. എന്നിട്ട് ഇനി ഇത് ഞാൻ ഡിവൈഡ് ചെയ്ത് 5 ബോൾസാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബേക്ക് ചെയ്യാനുള്ള പ്ലേറ്റിൽ ഞാൻ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുകയാണ്. എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഈ ബോൾസ് എടുത്ത് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് ഈ ബോളിൻ്റെ മുകളിലും കൂടെ ഞാൻ കുറച്ച് എണ്ണ പുരട്ടുന്നുണ്ട്. ആ ഒരു ഗ്ലേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി എണ്ണ പുരട്ടി ഇതിൻ്റെ മുകളിൽ വെള്ള എള്ളും കൂടെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് കൊടുക്കാം. എള്ളിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നും കൂടി ഒന്ന് കവർ ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചേക്കും ബണ്ണൊന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിയുമ്പോൾ ഒരു മീഡിയം ഹീറ്റിൽ 15 മുതൽ 20 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ആ ബേക്കാവുന്ന സമയം കൊണ്ട് ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. ആ ബ്രസ്റ്റ് പീസിന് നമുക്ക് സെൻറ്റർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യണം. പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് ഇനി ഇത് നമുക്കൊരു ചപ്പാത്തി തടിയോ മറ്റും വെച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ച് പരത്തിയെടുക്കണം. ഈ ഒരു പീസ്, ഓരോ പീസും ഇതേപോലെ അടിച്ച് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ 2 ബ്രസ്റ്റ് പീസ് കട്ട് ചെയ്ത് 4 ആക്കി അടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് വീണ്ടും ഞാൻ പകുതിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു മുട്ട നന്നായിട്ട് അടിച്ചെടുത്ത് ഒരു മുട്ടയും പിന്നെ ചിക്കൻ്റെ വറുക്കാനുള്ള മിക്സ്, നമുക്ക് റെഡിമെയ്ഡ് മിക്സാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇതേപോലെ ക്രസ്റ്റ് ആൻഡ് ക്രമിൻ്റെ ക്രിസ്പി ചിക്കൻ മിക്സാണ് യൂസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൈദയിൽ കുരുമുളകും ഉപ്പും സീസണിങ്ങും ഇട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇത് ഞാൻ റെഡിമെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചിക്കൻ ഈ എഗ് വാഷിൽ മുക്കിയെടുക്കാം. മുട്ടയിൽ മുക്കിയിട്ട് ഈ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ചിക്കൻ മിക്സിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതിന് പകരം ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്ത് ഇത് 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമ്മൾക്കിത് ഫ്രൈ ചെയ്ത് എടുക്കണം. ഇനി കണ്ടോ, എൻ്റെ ബണ്ണും റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ സോഫ്റ്റ് ബണ്ണായിട്ടുണ്ട്. അതേപോലെ ഫ്രൈഡ് ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഇനി ഇത് അറേഞ്ച് ചെയ്യണം, ബർഗർ അറേഞ്ച് ചെയ്യണം. അപ്പം അതിലേക്ക് ഞാൻ സവാള വട്ടത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ തക്കാളിയും പിന്നെ ഞാൻ ലെറ്റ്യൂസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാബേജും യൂസ് ചെയ്യാം. ഞാനിവിടെ ലെറ്റ്യൂസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേണ്ടത് നിങ്ങൾക്ക്
ബർഗർ മയോണൈസ് യൂസ് ചെയ്യാം. ഞാനിവിടെ ഗാർലിക് മയോണൈസാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിത് അറേഞ്ച് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ബൺ പകുതി ഹാഫായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴത്ത് ലെയർ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത് കൊടുത്ത മയോണൈസിൻ്റെ മുകളിലോട്ട് നമുക്ക് ചിക്കൻ പീസ് വെച്ച് കൊടുക്കാം. ചിക്കൻ പീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞാനൊരു സ്ലൈസ് ചീസ് വെക്കുന്നുണ്ട്. ചീസും അതിൻ്റെ മുകളിൽ സവാളയും വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് 2 തക്കാളിയും കൂടെ വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ പിന്നെ വേണ്ടത് നമ്മൾ ലെറ്റ്യൂസ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ക്യാബേജും യൂസ് ചെയ്യാം. ഒരു ചെറിയ പീസ് ക്യാബേജ് വെച്ച് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിൽ നമ്മളുടെ ബണ്ണിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ നമ്മളുടെ ബർഗർ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ അടിപൊളി ബ്ലാക്ക് ബർഗർ റെഡി ആയിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇത് തയ്യാറാക്കേണ്ട വിധവും എൻ്റെ ഇൻഗ്രീഡിയൻസും എല്ലാം താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങളെ വിലയേറിയ കമൻസും സജഷൻസും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കണ്ട. ആച്ചീസ് കുക്ക് വേൾഡിൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.